വയനാട് തിരുനെല്ലിയിൽ പൊത്തുമൂലയിൽ വന്യജീവി ആക്രമണം. പശുവിനെ ആക്രമിച്ചു കൊന്നു. കൊല്ലിമൂല സുബ്രഹ്മണ്യന്റെ 1.5 വയസ്സുള്ള പശുക്കിടാവിനെയാണ് കൊന്നത്. പശുവിനെ കൊന്നത് കടുവയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഫൈസൽ നെടുമ്പാലയായിരുന്നു. ഫൈസൽ, ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണോ ഈ സംഭവം? അജിംസ്, ഈ കടുവയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് മാനന്തവാടി ഭാഗത്താണ്. പക്ഷേ നമ്മളിപ്പോൾ കടുവക്കായി തിരച്ചിൽ നടത്തുന്നത് ഈ പച്ചിലക്കാട് പടിക്കംവയൽ എന്ന് പറയുന്ന ഭാഗത്താണ്. ഇത് രണ്ട് പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതും ഇതുമായിട്ട് തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ് നിലവിലേക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അത് മാത്രമല്ല, അത് കടുവ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഉള്ളത് ഈ പടിക്കംവയലിൽ ഇറങ്ങിയ ആനകൾ കടുവക്കായിട്ടുള്ള തിരച്ചിലിനായി കുങ്കി ആനകളെ ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മുത്തങ്ങ ആനപ്പന്തിയിൽ നിന്നും വിക്രം, ഭരത് എന്നീ പറയുന്ന 2 ആനകളെയാണ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പൊ എരനല്ലൂർ ഭാഗത്താണ് ഈ ആനകൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ആനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള കടുവക്കായിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതാണ് ഏറ്റവും മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. നിരവധി വനംവകുപ്പിന്റെ ഓപ്പറേഷനുകളിൽ നിരവധി തവണ പങ്കെടുത്തിട്ടുള്ള 2 പ്രമുഖമായ ആനകളാണ് വിക്രമും അതുപോലെ തന്നെ ഈ ഭരതും. ഈ 2 ആനകളെയാണ് നിലവിലെ ഈ ഒരു ദൗത്യത്തിന് വേണ്ടി വനംവകുപ്പ് എത്തിച്ചിരിക്കുന്നത്. ഇവരെ ഇറക്കിക്കൊണ്ട് കടുവ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ തന്നെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ട് ആനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിനായിരിക്കും ഇനി വനംവകുപ്പ് നീങ്ങുക. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൗത്യം ആരംഭിക്കുകയും ചെയ്യും. നിലവിൽ നിരവധി ഈ പടിക്കംവയലിന്റെ തന്നെ നിരവധി ഭാഗങ്ങളിൽ കടുവയെ കണ്ടതായിട്ടുള്ള ആ സ്ഥിരീകരണമുണ്ട്. ഏറ്റവും ഒടുക്ക ചീക്കല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. ഈ ഭാഗത്ത് വനംവകുപ്പ് പരിശോധന നടത്തുകയും ഇത് കടുവയുടേതാണ് എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ വന്നതുമാണ്. അപ്പം ആ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പുള്ളത്. ആശങ്ക ഇപ്പോഴും ഒഴിയുന്നില്ല. കടുവ എവിടെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നേരത്തെയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു പടിക്കംവയൽ ആദ്യം കടുവയെ കണ്ട പ്രദേശത്തിന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയും വനമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ ചീക്കല്ലൂർ ഭാഗത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്നത് ഈ പടിക്കംവയലിൽ നിന്ന് പ്രധാന റോഡ് കടന്ന് 2.5 കിലോമീറ്റർ മാറിയാണ് ഈ ചീക്കല്ലൂർ എന്ന് പറയുന്ന പ്രദേശമുള്ളത്. അപ്പോൾ ഈ കടുവ ഈ വനമേഖലയിൽ നിന്ന് പടിക്കംവയലിലേക്ക് പോയപ്പോഴുണ്ടായ കാൽപ്പാടാണോ, അത് തിരിച്ചു പോയപ്പോഴുള്ള കാൽപ്പാടാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇനി സ്ഥിരീകരണം വരാനുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഓരോ ടീമിന്റെ കൂടെയും പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നേരത്തെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച മേഖലയിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. 10 വാർഡുകളിലാണ് നിലവിൽ നിരോധനാജ്ഞ ഉള്ളത്. അപ്പൊ ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച വാർഡുകളിലൊക്കെ തന്നെ അറിയുന്ന ആളുകൾ, അതെ, ഓരോ പ്രദേശവാസിയും ഓരോ വനംവകുപ്പിന്റെ ടീമിന്റെ ഒപ്പം ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി കൊണ്ടുള്ള ടീമുകളായി തിരഞ്ഞ് 10 വാർഡുകളിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതിന് പുറമെ ഈ കടുവ ഏതെങ്കിലും മേഖലയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ, ആ മേഖലയിൽ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, എല്ലാവിധ സംവിധാനം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഏതെല്ലാം രീതിയിൽ ഈ കടുവയെ കണ്ടെത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ കഴിയുമോ ആ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് നിലവിൽ വനംവകുപ്പിന്റെ പരിശോധന പുരോഗമിക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി, ഇന്നലെ രാവിലെ 9 മണിക്കാണ് ഈ ജനവാസ മേഖലയിൽ കടുവയെ കണ്ടത്. ഇന്നിപ്പോൾ ഇതാ 1 മണിയാകാനാകുന്നു. ഇത്രയും സമയമായിട്ടും കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് ആശങ്ക വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതിൽ ആശ്വാസമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ വളർത്തു മൃഗങ്ങളെയോ അല്ലെങ്കിൽ ആളുകൾക്ക് നേരെയോ ഒരു ആക്രമണം കടുവയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. എന്നിരുന്നാലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ആളുകളോട് പുറത്തിറങ്ങരുത് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ജോലിക്ക് പോകരുത് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ആരും തോട്ട മേഖലയിൽ